അങ്ങനെ നമ്മുടെ ട്രാവൽ ഏജൻസിക്കാർ ഈ സ്ഥലത്ത് കൊണ്ടിറക്കി. ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് 2 ഫാമിലീനെയൊക്കെ കിട്ടി. അതിനിടയ്ക്ക് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരുന്നുണ്ട്. വൈകുന്നേരം ഇവിടെ വരണം, ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര മണിക്ക് ബസ് എടുക്കും, അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരണമെന്നൊക്കെ അവരുടെ ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടു. അപ്പം ഇവിടെ നോക്കിയപ്പോഴത്തേന് എനിക്കാണ് റേഞ്ചും ഇല്ല. പിന്നെ നമ്മൾ ആ ഫാമിലിയുടെ ഇത് കൂടെ ആണെന്നുണ്ടെങ്കിൽ പോയി. അപ്പം അവർ പറയുന്നുണ്ട് ഈ സൈഡിൽ കൂടെ പോയാൽ ഇങ്ങോട്ട് പോകാം, വിവിധ ഇന്ന സ്ഥലങ്ങളൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത് നോക്കിയപ്പോഴത്തേനും ഒരു മ്യൂസിയമാണ് കണ്ടത്. മ്യൂസിയം അല്ല, ഒരു പാലസ്. അപ്പോൾ ആ പാലസിലേക്കോട്ടുള്ള നടപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പാലസിൽ കയറി. ആക്ച്വലി ഒരു മ്യൂസിയം എന്ന് പറയാം. അവിടെ കുറേ രാജാക്കന്മാർ ഉപയോഗിച്ച കുറേ കാര്യങ്ങളും ഇതൊക്കെ കണ്ടു. അവരുടെ ലൈബ്രറി, അവരുടെ സിംഹാസനം, അതൊക്കെ കണ്ട് കുറച്ച് നേരം അകത്തൊക്കെ ഇരുന്ന് എല്ലാം കണ്ട് നമ്മൾ അതിന് തൊട്ടടുത്തൊരു വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ ഗാർഡനിൽ പോയി കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്തിട്ട് തന്നെയാണ് ഇവരുടെ ടൗൺ സ്ക്വയർ പോലെയുള്ളൊരു സ്ഥലം. അപ്പം അവിടെ നല്ല കുറേ ഫൗണ്ടൻസും കുറേ സ്തൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു, അവിടെ എല്ലാം കണ്ടു. വലിയൊരു സ്ഥലമാണ് കേട്ടോ. അതിനടുത്തൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യൂറോപ്പൊക്കെ അല്ലേ, ഇരിക്കട്ടെ എന്നൊരു കൂളിംഗ് ഗ്ലാസ് അങ്ങനെ വെച്ചതാണ്. പിന്നെ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടുത്തൊരു സ്ഥലത്തേക്കൊക്കെ പോകണം. ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അവിടുന്ന് നമ്മൾ എല്ലാ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയൊക്കെ മുന്നേ നടന്നു. നമ്മൾ പതിയെ, പൊന്നിക്ക് അവിടെ നിന്ന് വരാൻ തീരെ താല്പര്യമില്ല, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ പാട്ട് ഇത് എല്ലായിടത്തും കാണാം കേട്ടോ. ഇടയ്ക്കെല്ലാം കാണാനുണ്ട്. ഇത് ഈ റിക്ഷക്കാർ എൻ്റെ അമ്മയെ മണിക്കൂറിന് എത്ര രൂപയാണോ ചോദിക്കുന്നത്, ഭയങ്കര റേറ്റ്. ഇവർക്കാണെന്ന് അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡെന്ന് എനിക്ക് തോന്നുന്നത്. പാവം നടന്നു വരുന്നുണ്ട്. ഒരടി നടന്നപ്പോഴത്തേന് ക്ഷീണിച്ചു. ഇനി എന്തോരം നടക്കാതെ കിടക്കുന്നു. അവിടെ നമ്മൾ അടുത്തൊരു ചർച്ചിലേക്കാണ് പോയത്. അവിടെ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു കല്യാണങ്ങളും ഒരു നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൊന്നിക്ക് പ്രാർത്ഥിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇവിടെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ 2-3 മെഴുകുതിരി എടുത്ത് കത്തിച്ചു. അത് കഴിഞ്ഞിട്ടും പുള്ളിയുടെ ഇഷ്ടമൊന്നും തീരുന്നില്ലായിരുന്നു. വീണ്ടും വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ട, നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മെഴുകുതിരി തീർക്കും എന്നുള്ള ഇതുകൊണ്ട് ഞാൻ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ പുറകിന് ചേട്ടായിൻ്റെ നടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ ആൾക്കാർ പ്രാർത്ഥിച്ചു വരുമ്പോഴത്തേക്കിന് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു. അവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത സ്ഥലമാണ് ഓപ്പറ ഹൗസിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. പിന്നെ അവിടെ നമ്മൾ അടുത്തൊരു ഗാലറിയിൽ കയറി. അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരീസ് മുഴുവൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ കയറി കഴിഞ്ഞത് അതിന് ചുറ്റും ഉണ്ടല്ലോ ഈ ഗ്ലാസ് കൊണ്ടാണ് അവർ ആ വോൾ കെട്ടിയിരിക്കുന്നത് കേട്ടോ, സൈഡ് പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്തേക്ക് പോകാൻ ഭയങ്കര പേടി തോന്നും, എങ്ങാനും ഉരുട്ട് താഴെ പോകുമെന്നൊക്കെ. പിന്നെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് എന്തോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ കയറി കഴിഞ്ഞപ്പോൾ. ഇനി ഉണ്ടെന്നല്ല, ഫ്യൂവൽ ടൈമാണ്. അതിന് താഴെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയതാണ്. ഫുഡ് കോർണർ തപ്പി അവിടെ നിന്ന് നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ബില്ലൊക്കെ അടിച്ച് നമ്മളവിടെ നിന്ന് എത്തി കഴിക്കാനായിട്ടിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു കിഡ്സ് മെനു വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു റൈസും ചിക്കനും വാങ്ങിച്ചു. കിഡ്സ് മെനു എന്നൊക്കെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഏതാണ്ട് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പീസ് പിസ്സ തരുന്നതിനാണ് ഇവർ വലിയ കിഡ്സ് മെനു എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ പൊന്നിക്ക് കുറച്ച് ചിക്കൻ വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ചേട്ടാ ഇച്ചിരി ചിക്കനൊക്കെ അവന് പിച്ചിട്ട് കൊടുക്കുകയാണ്. അവിടുന്ന് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ നോക്കിയപ്പോഴത്തേക്കിന് അവിടുത്തെ ബോളിൽ വലിയൊരു മിറർ. അപ്പോൾ അതിൻ്റെ മുന്നിൽ കിടന്നിട്ട് കുറച്ച് കോപ്രായമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ കിടന്ന് ഭയങ്കര കോപ്രായമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിനുള്ള ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ഫാമിലീസും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് അവർ താഴെ ഫുഡ് കോർണറിൽ വെയിറ്റ് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ താഴെ ഫുഡ് കോർണർ നോക്കി അവിടുന്ന് താഴെ വന്ന് നോക്കിയിട്ട് ഇവരെ കാണുന്നില്ല. പിന്നെ ചേട്ടായി ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് മുകളിലേക്ക് തിരിച്ചു പോയി കേട്ടോ. തിരിച്ചു പോയി ഞാൻ ഒന്നും കൂടി അവരെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെയും കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള ഒരു പോക്കാണ് കേട്ടോ. നമ്മൾ അടുത്ത് നമ്മുടെ മോണോലിസനെ കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ. ഇതാണ് മോണോലിസയുടെ അവസ്ഥ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താണെന്നറിയാം, 2 മണിയുടെ 3 മണിയുടെ എങ്ങാണ്ട് ആൾക്കാരെ കയറ്റാനായിട്ട് അവർ വലിയ ക്യൂ നിർത്തിയേക്കാണ്. ഇനി അടുത്ത എൻട്രി 6 മണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും 3 മണിക്കൂറൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. വലിയ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ, വലിയൊരു സ്പേസാണത്. പിന്നെ അവിടുന്ന് നമ്മൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു. കാരണം നമുക്ക് അത്രയും സമയമൊന്നും വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അവിടുന്ന് നമ്മൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെയാണ് നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ക്രോസ് ചെയ്യുന്നപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു റിവറാണ്. അപ്പം അവിടെ ഒരു ബ്രിഡ്ജ്, അത് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം അവിടെ വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളും, അത് അവരുടെ ഏറ്റവും പഴയ സ്ട്രീറ്റാണ്, ഏറ്റവും പഴയ മാർക്കറ്റാണ്. അതിനുള്ളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റിലേക്കൊന്നും കയറിയില്ല. അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടെ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെന്നത്. അതിനിപ്പോഴത്തേന് പൊന്നിതേ അച്ഛയും അമ്മയും നടക്കുന്നതിന് സ്പീഡില്ല, ഞാൻ സ്പീഡിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് മുന്നിൽ പോകുന്ന ഫാമിലിയുടെ ഓടി പോവുകയാണ് കേട്ടോ. അപ്പം
അവിടെ ചെന്ന് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു, നടന്ന ക്ഷീണം തീർക്കണമല്ലോ. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോഴത്തേക്കിനാണ് തീരെ കണ്ടിട്ടില്ലാത്തൊരു സാധനത്തിനെ അവിടെ കണ്ടത്. എന്തെന്നറിയോ, നമ്മൾ തീരെ കണ്ടിട്ടില്ലാത്ത സാധനമാണല്ലോ ദേ ഈ ആനയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. പിന്നെ അവിടെ ഇതുപോലെ തന്നെ പാടാൻ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നമ്മൾ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നു പോയപ്പോൾ റോഡിലൊരു പൈപ്പൊക്കെ കണ്ടതല്ലേ, അവിടെ നിന്ന് കുറച്ച് വെള്ളം കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത പോക്ക് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അവിടെ കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അവിടെ നമുക്ക് ബാറ്ററിക്ക് ചാർജൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോയിൽ അങ്ങോട്ട് ഒതുക്കി. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഈഫൽ ടവറിലേക്കുള്ള വെച്ച് പിടുത്തമായിരുന്നു. അപ്പോൾ ഈഫൽ ടവറിലേക്ക് പോകുന്നതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ ഈഫൽ ടവർ ഇവിടുന്ന് കണ്ട് നോക്കി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി അങ്ങോട്ട് നീ കഴിഞ്ഞിരുന്നെങ്കിൽ ഫുൾ വ്യൂ കിട്ടിയേനെന്നൊക്കെ വിചാരിച്ച്. ഇത് അവരുടെ സിറ്റി ടൂർ പോകുന്ന ബസ്സാണ് കേട്ടോ. ഇതിന് ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ ചാർജാണ്, നമുക്ക് ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ അതിൻ്റെ ചോട്ടിലേക്ക് പോകുകയാണ്. ഇരിക്കണം, കിടക്കണം, സ്വപ്നം കാണണം, ഫോട്ടോസ് കുറേ എടുക്കണം. ഈ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മേലോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത്. അതായത് ഈഫൽ ടവറിൻ്റെ ഏറ്റവും മോള് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നടന്നു. പിന്നെ അവിടെ കുറേ നല്ല ഈഫൽ ടവറിൻ്റെ കുറേ ചെറിയ പടങ്ങളും സ്റ്റാച്ചുകളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വിൽക്കാനുള്ളവരെല്ലാം അവരുടെ തന്ത്രം ഉപയോഗിച്ച് 1 രൂപയുടെ സാധനങ്ങൾ 10 യൂറോയുടെ സാധനം കാണിച്ചിട്ട് 1 രൂപ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിലൊക്കെ നമ്മൾ 1 യൂറോ കൊടുത്ത് മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൽ ഏറ്റവും ചെറുതെടുത്ത് തരും. അങ്ങനത്തെ കുറച്ച് വികൃതികളൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും ആ വികൃതിയിലൊന്നും വീണില്ല. അവിടെ നിന്ന് നമ്മൾ മേളോട്ട് നോക്കി നടന്നു. അവിടെ നിന്ന് പൊന്നിക്കൊരു കൂട്ടുകാരെയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം അവർ ഓടിക്കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ഈഫൽ ടവറിൻ്റെ അവിടെ പോയി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. നമ്മൾ അതിനകത്ത് കയറി സുഖമായിട്ട് കുറേ നേരം ഇരുന്നു, കിടന്നു, ഫുഡ് കഴിച്ചു. അങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്തു അതിനകത്ത് കയറി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മൾ എന്താ പറയുക, നമുക്ക് മാക്സിമം അവിടെ ചെന്ന് നിന്ന് കുറേ നേരം മുകളിലോട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവിടെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ട് റൈസിൻ്റെ സ്ഥലത്ത് വന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. വലിയ സ്റ്റൈലിൽ ബോട്ടിലൊക്കെ കയറി നമ്മൾ സൈഡ് സീറ്റൊക്കെ പിടിച്ച് വലിയ കാര്യമായിട്ടിരുന്നു. ബോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ നല്ല തണുത്തിട്ടിരിക്കാൻ വയ്യെന്ന് പറയില്ല, അതുപോലത്തെ തണുപ്പ്. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും ചാടി കയറി നമ്മളകത്ത് ഗ്ലാസ്സിനകത്ത് തന്നെ ഇരുന്നു. ഗ്ലാസ്സിനകത്തോടെ ഇരുന്നാലും നമുക്ക് നന്നായിട്ട് കാണാം, പിന്നെ എന്തിനാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷയിലും നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. സന്ധ്യ മയങ്ങി നേരത്തെ ഈ ലൈറ്റും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ നേരെ നടന്ന് കണ്ടതിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മളെ ബോട്ട് റൈസ്. പക്ഷെ നമ്മൾ തീരെ പ്രതീക്ഷയില്ല ഇത്ര ഉണ്ടാകുന്നത്. കാരണം ഇത് കുറേ ബോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. ആ ബോട്ടുകൾ നിറച്ച് ഭയങ്കര ഇതും പിന്നെ ഹൈഫൈ ലെവൽ ബോട്ടുകളൊക്കെ, ഡിന്നർ നടത്തുന്ന ബോട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ എല്ലായിടവും കണ്ട് തിരിച്ച് നമ്മുടെ വണ്ടിയിൽ കയറി ഫ്രാങ്ക്ഫർട്ടിൽ വന്നിറങ്ങി. അവിടുന്ന് ഞങ്ങൾ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തീരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക്.